ഹാല് ഇളക്കി 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 ഞാൻ ഇൻഷാ അല്ലാഹ് അതിന്റെ ശരിയായ കെട്ടും കെട്ടിയിട്ട് റെഡിയാക്കി കേട്ടോ. നിങ്ങൾ ഇനിയും വരണം. അതാണ് ഉള്ളാളെന്നങ്ങനെ ചീത്ത പറയാൻ, കിഴൻ ഉസ്താദിനെ മാനസിക രോഗിയാക്കാൻ, ഈക്കെ ഉസ്താദിനെ മാനസിക രോഗിയാക്കാൻ നിങ്ങൾ ഇനിയും വരണം. ഇൻഷാ അല്ലാഹ് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് മരണപ്പെട്ടു പോയ ആ മഹാന്മാരുടെ, ജീവിച്ചിരിക്കുന്ന മഹാന്മാരുടെയും ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ എല്ലാ ശൈത്താനും ഒന്നല്ല രണ്ടല്ല, നിങ്ങൾക്ക് എത്ര ശൈത്താനുണ്ടോ മുഴുവൻ ശൈത്താനിനും ഇവിടെ വെച്ച് ഇളക്കി അവസാനം ഊറുക്കും കെട്ടിയിട്ടല്ലാതെ തിരിച്ചയക്കൂല. ഊറുക്ക് കെട്ടിക്കും നിങ്ങളെ കൊണ്ട് കേട്ടോ. ഇനി സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇവരേതാ കമ്പനി. കുത്തുബിത്തങ്ങൾ മക്കത്ത് ചെല്ലുമ്പോ കെ മൗലവി കത്ത് കുത്തുബീനെ ശരിയാക്കണോ അവിടുത്തെ ഗവൺമെന്റിന് അക്കത്തായത്. ശംസുലമ കുത്തുബി ഹജ്ജിന് പോകുമ്പോ കുത്തുബിത്തങ്ങളെ ശരിയാക്കാൻ അയച്ച കത്ത് എന്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയൂല. അങ്ങനെ ഞങ്ങൾ ആലിമീങ്ങളെ എവിടെ വെച്ചെങ്കിലും നശിപ്പിക്കണമെന്ന് മനസ്സിലാക്കി നടന്നുപോയ നിങ്ങൾ ഇവിടെ ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇതാ ഒന്ന് രണ്ട് ഫോട്ടോ കാണിക്കുന്നു. ഞാൻ പള്ളിയിൽ പോകുന്ന ഫോട്ടോ, പള്ളിയിൽ പോകുന്ന ഫോട്ടോ ഇല്ലേ, അത് നാളെ കാണിക്കാം. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് കാണിക്കാം. 4 യുവതികൾ ഇറങ്ങി വരുന്ന ഇവിടുന്ന് മൊയ്തീൻ പള്ളിയിൽ നിന്ന് ഒരൊറ്റ ഒന്ന് തലമറിച്ചിട്ടില്ല. എടെ ഒന്ന് കാണിച്ചു. അത് കാണുന്നുണ്ടല്ലോ, പകുതി തലമറിച്ചിട്ട് കണ്ടോ നിങ്ങൾ? പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഫോട്ടോ, മലയാള മനോരമ 957 മെയ് 30 ശനി. ഇനി ആ മാതൃഭൂമിന്ന് കാണിക്കട്ടെ. താത്താറി ഇറങ്ങി വരുന്നു, താത്താറി ഇറങ്ങി വരുന്നു, തലമറിച്ച് നോക്ക് നിങ്ങൾ. പകുതി മറിച്ചിട്ട് ഇത് വരുന്നു ഷാദിലിപ്പള്ളി, മാതൃഭൂമി 982 ജൂലൈ 23 വെള്ളി നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങാണ്. ഇതിനെ ഞങ്ങൾ വിമർശിച്ച് ഞങ്ങൾ ആരോഗ്യം നശിപ്പിച്ചുകൊണ്ട് വിമർശിച്ചു. ഇപ്പോ അങ്ങനെ വിമർശിച്ചപ്പോ എനിക്ക് വിഷമായപ്പോ അൽമനാറിൽ ലേഖനം, സുന്നി മുസ്ലിയാമാര് വിമർശിച്ചപ്പോ ലേഖനം അൽമനാർ. എന്താ ലേഖനോ? അവരെന്തിനാ പള്ളിയിൽ വരുന്നു? 1900 കേട്ടോളെ, ഡേറ്റ് പറയുന്നില്ല, നോക്കിയെടുക്കട്ടെ. അവരെന്തിന് പള്ളിയിൽ വരുന്നു? ലേഖനം പോയിക്കോട്ടെ. കോഴിക്കോട് നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട പള്ളിയിൽ നിന്ന് ബലിപെരുന്നാൾ നമസ്കാരവും കഴിഞ്ഞ് പുറത്തിറങ്ങിയ സ്ത്രീകളുടെ ചിത്രം സ്ഥലത്തെ ഒരു പ്രമുഖ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. കണ്ടപ്പോൾ നടുങ്ങിപ്പോയി. മതബോധമുള്ള ഏതൊരു മുസ്ലിമിന്റെയും മനസാക്ഷിയെ വ്രണപ്പെടുത്തുന്ന ചിത്രം. അണിഞ്ഞൊരുങ്ങി ഫാഷൻ പരേഡിനിറങ്ങിയ അത്യാധുനിക മഹിളകളെന്നെ ചിത്രം കാണുന്ന മാത്രയിൽ ആർക്കും തോന്നുകയുള്ളൂ പള്ളിയിൽ കയറി ദൈവപ്രാർത്ഥനയും നടത്തി ഒരു സാരോപദേശ പ്രസംഗവും കേട്ട് പുറത്തിറങ്ങിയ ഭക്തകളുടെ കോലം ഇങ്ങനെയാണെങ്കിൽ അവരെന്തിന് പള്ളിയിൽ വരുന്നു? ആരോടാ ചോദ്യോ? ആരോടാ ചോദിക്കേണ്ടത്? ഹുസൈൻ സൽഫിനോട് ചോദിക്ക്, എ പി അബ്ദുൽ ഖാദർ മൗലവിനോട് ചോദിക്ക്, ഉമർ മൗലവിന്റെ മക്ബറെ പോയിട്ട് ഗുരോന്ന് വിളിച്ചിട്ട് ചോദിക്ക്, എന്തിനാ വരുന്നത് ചോദിച്ചു നോക്ക്. ഞങ്ങളോടാ ചോദ്യോ അവരെന്തിനാ വരുന്നതെന്ന് നിങ്ങൾ പറഞ്ഞേച്ചിട്ട് നാദാപുരത്ത് പണ്ഡിതന്മാരെ പഠിപ്പിക്കാമെന്നാണ് ഞാൻ ഇന്നത്തെ പ്രസംഗം ഇവിടെ നിർത്തുന്നു.